സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ ഇതിനോടകം തന്നെ മിക്കവരും കേട്ടും അറിഞ്ഞും കണ്ടുമൊക്കെ കാണും ഈ ഒരു വെബ് സീരീസ് 6 എപ്പിസോഡുള്ള 30-35 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് ചില എപ്പിസോഡുകളൊക്കെയുള്ള ഒരു വെബ് സീരീസ് ആണിത്. സോ ഈ ഒരു റോസ്ലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സഞ്ജന ദീപു ആണ്. ആ ഒരു സഞ്ജന ദീപുവിൻ്റെ ക്യാരക്ടർ പോകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് ഈ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഈ ഒരു വെബ് സീരീസിൽ. ആ ഒരു സ്ട്രഗിളിനെ ബേസ് ചെയ്താണ് ആ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വിനീതിൻ്റെയും മീനയുടെയും മകളായിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ 18 വയസ്സ് തികയാൻ പോകുന്ന ഒരു സംഭവമാണ്. അതിലുള്ള അഡോളസൻ ഫ്രസ്ട്രേഷൻ ആണെങ്കിലും സൈക്കോളജിക്കലി ഡീൽ ചെയ്യുന്ന പല കോൺഫ്ലിക്ട്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു സ്വപ്നവും റിയാലിറ്റിയുമായിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഡ്രീമിൽ എപ്പോഴും ഒരു ഗ്രീൻ ഐ മാൻ വരുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ഐ മാൻ സ്വന്തം ലൈഫിലോട്ട് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സും സ്ട്രഗിൾസും ഫ്രസ്ട്രേഷനും ഒക്കെ തന്നെ എങ്ങനെയാണ് വെളിയിൽ വരുന്നത് എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നത് സഞ്ജന ദീപു. അത് ഈ ഒരു സീരീസിൻ്റെ ഹൈലൈറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹക്കീം ഷാ എന്ന് പറയുന്ന ആക്ടറിൻ്റെ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ച് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്, കുറച്ച് മിസ്റ്റേക്ക് ഒളിപ്പിക്കുന്ന ക്യാരക്ടർ. ആ ഒരു കഥാപാത്രം അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സീരീസിൽ ഉണ്ടാകുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ്, ആ ഒരു ഡയലോഗ്സ് ഒക്കെ നല്ല രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയത് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 എപ്പിസോഡ് നല്ല രീതിയിൽ സ്ലോ ബേണിംഗ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ അത് ക്ഷമ പരീക്ഷിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ. അതാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ട്വിസ്റ്റ് 6ാമത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അതിനോട് തന്നെ 4ാമത്തെ എപ്പിസോഡിൽ ഈ സീരീസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ ഹൈലൈറ്റ് ആണ്. സോ അങ്ങനെ പോകുന്ന ഒരു വെബ് സീരീസ് ആണ്. 6 എപ്പിസോഡാണുള്ളത്. ആദ്യത്തെ 3 എപ്പിസോഡ് കുറച്ച് മടുപ്പാണെങ്കിലും 4, 5, 6 ഗ്രാസ്പ് ആവുന്നുണ്ട്. എന്നാൽ പോലും ചിലയിടങ്ങളിലുള്ള റീസണിങ്ങും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവാണ്. ആ ഒരു ട്വിസ്റ്റിന് വേണ്ടി കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സീരീസാണ് ഈ ഒരു റോസ്ലിൻ, ഈ ഒരു സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്.